അപ്പൊ നമുക്ക് നോക്കാല്ലേ? എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. കൊഞ്ചം തള്ളുങ്ക സാർ. എന്തൊക്കെ കൊഞ്ചം തള്ളുങ്ക സാർ. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവർ കുറച്ചു കാലമായി എന്നെ വേട്ടയിടാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കുന്നത് അവരാരെയോ പണം വാങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കരാറെടുത്തിട്ടുള്ള ഒരു ചാനലാണെന്ന്. ഞാൻ ആ വാക്കത്തി എടുത്തോണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വിദേശത്ത് എന്തോ വലിയ മാർക്കറ്റ് ഉണ്ട്, വലിയ ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട്, കോടിക്കണക്കിന് ഉറുപ്പിയുണ്ട്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളാണ്. ഇവിടുത്തെ ഏതോ ഒരു ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധവന്റെ ജ്യേഷ്ഠനെ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാ വാർത്ത. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. അത് പണം കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. നീ ഒന്ന് ശരിക്ക് തള്ളേ. വൈദികം എന്ന് പറയുന്ന ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. ഇങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ ബാക്കിയാണ്. ഞാൻ അതിന്റെ ഒരു ഉപദേശിയാണ്, അഡ്വൈസറാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇടതുപക്ഷത്തിന്റെ എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. CPM-ന്റെ രാഷ്ട്രീയം ആരെങ്കിലും വ്യക്തിഹത്യ നടത്താനോ പരിഹസിക്കാനോ പോവുക എന്നുള്ളതല്ല. തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. നിന്നെ ഞാൻ കൊല്ലം കൊറേ കാണാൻ തുടങ്ങിയിട്ട്. തൃശ്ശൂരൊന്നും ഒരു തരത്തിലും സുരേഷ് ഗോപി ഒന്നും ജയിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല. ഇത് സിനിമയല്ല, രാഷ്ട്രീയം. 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. സമാധാനമായി. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.